ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനൂപ് കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കിൻ്റെ പുതിയൊരു ടിപ്പുമായിട്ടാണ്. എന്താണെന്നാൽ ബുള്ളറ്റിൻ്റെ സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ തന്നെ 2-3 ടിപ്സ് കൂടി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, വീഡിയോ ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യമായി ഊരിയെടുക്കാൻ പോകുന്നത് സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്ററാണ്. നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ ഊരിയെടുക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഡാപ്റ്റർ ഇളക്കിയെടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇടതുവശത്തേക്ക് തിരിച്ച് നിങ്ങൾക്ക് അഡാപ്റ്റർ ഊരിയെടുക്കാവുന്നതാണ്. ഇളക്കിയെടുത്തതിന് ശേഷം ഈ കാണുന്ന റബ്ബർ കവറിംഗ് മാറ്റി ഇതിനകത്ത് ക്ലാവോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ക്ലാവില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ഈ റബ്ബർ കവറിംഗ് തിരിച്ചിടാവുന്നതാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇതിലേക്ക് വരുന്ന കേബിളാണ്. കേബിളിനകത്തെ കോപ്പർ വയറിംഗ് കറക്റ്റാണോ എന്ന് കൂടി നോക്കുക. ഇതിലെ കോപ്പർ വയർ അകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡിലേ ഉണ്ടാവുകയും കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അതോടൊപ്പം മിസ്സിംഗ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിലെ കോപ്പർ വയർ ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിതൊരു കത്തിരിയോ കട്ടിംഗ് പ്ലെയറോ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കത്രികയാണ്. കത്രിക ഉപയോഗിച്ച് ഈ കാണുന്ന കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കോപ്പർ വയറിംഗ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഴയതുപോലെ തന്നെ അടച്ചു വയ്ക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് വലത്തോട്ട് തിരിക്കുകയാണ് ചെയ്യേണ്ടത്. കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യാവുന്ന അത്രയും ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ് ആണ് ഇളക്കേണ്ടത്. സ്പാർക്ക് പ്ലഗ് ഇളക്കുന്നതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ടൂൾസാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 21-ൻ്റെ പ്ലഗ് ബോക്സും ഒരു ടീറാഡുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാ വണ്ടിയുടെ ടൂൾ കിറ്റിലും പ്ലഗ് ഇളക്കുന്നതിനുള്ള ടൂളും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോമണായി ഉപയോഗിക്കുന്ന ടൂൾസ് തന്നെയാണ്. ടീറാഡുമായി പ്ലഗ് ബോക്സ് ഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് പ്ലഗ് ഇളക്കിയെടുക്കാവുന്നതാണ്. പ്ലഗ് ബോക്സ് പ്ലഗിലേക്ക് വെച്ചതിന് ശേഷം ഇടത്തോട്ട് തിരിച്ചാണ് നമുക്ക് പ്ലഗ് ഇളക്കിയെടുക്കേണ്ടത്. കുറച്ച് ഊരിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള സ്പാർക്ക് പ്ലഗ്. ഇതിൻ്റെ ഈ കരി പിടിച്ചിരിക്കുന്ന ഭാഗമാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. അതിനായി നമുക്കിവിടെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കഷ്ണം സാൻഡ് പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശങ്ങളും നന്നായി ഉരച്ച് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക്
സ്പാർക്ക് പ്ലഗ് തിരിച്ചിടാവുന്നതാണ്. കൈകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ടൂൾ ഉപയോഗിച്ചാൽ മതിയാകും. ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യുക. കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അഡാപ്റ്റർ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള പ്ലഗ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായി ക്ലീൻ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ വലതുവശത്തുള്ള കുട്ടി പ്ലഗ് അഥവാ സെക്കൻഡറി പ്ലഗ് ആണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വണ്ടിയുടെ സെക്കൻഡറി പ്ലഗ്. ഈ കാണുന്ന അഡാപ്റ്റർ നമുക്ക് ഊരി മാറ്റിയതിന് ശേഷമാണ് പ്ലഗ് ഇളക്കിയെടുക്കേണ്ടത്. പ്രൈമറി പ്ലഗ് ഊരിയെടുക്കുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് സെക്കൻഡറി പ്ലഗ് ഇളക്കിയെടുക്കുന്നതിന്. സെക്കൻഡറി പ്ലഗ് ഇളക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 17-ൻ്റെ ഒരു ബോക്സ് പാനറും പിന്നെ 8-ൻ്റെ ഒരു അലങ്കിയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി പ്ലഗിനുള്ളിലേക്ക് ബോക്സ് പാനർ ഇറക്കി വെച്ചതിന് ശേഷം അലങ്കി ഉപയോഗിച്ച് ഇടത്തോട്ട് തിരിച്ചാണ് നമുക്കിത് ഇളക്കിയെടുക്കേണ്ടത്. ബോക്സ് പാനർ ഉപയോഗിച്ച് കുറച്ച് ലൂസാക്കിയതിനു ശേഷം നമുക്ക് ഇതും കൈകൊണ്ട് തന്നെ ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് വണ്ടിയുടെ സെക്കൻഡറി പ്ലഗ്. പ്രൈമറി പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്തതുപോലെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ വശങ്ങളിലെ കരിപിറണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡറി പ്ലഗും തിരിച്ചിടാവുന്നതാണ്. ഇതും കൈകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടൂൾസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ നമുക്ക് അഡാപ്റ്റർ തിരിച്ച് ഇതിലേക്ക് ഘടിപ്പിക്കാവുന്നതാണ്.
അഡാപ്റ്റർ വെച്ചതിന് ശേഷം നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സെക്കൻഡറി പ്ലഗും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡറി പ്ലഗിൻ്റെ നേരെ താഴെയായിട്ട് നമുക്കൊരു ചെറിയ ഹോൾ കാണുവാൻ സാധിക്കും. നമ്മുടെ വണ്ടി നമ്മൾ കഴുകുമ്പോഴോ മഴയത്തോ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങുന്നത്. ഈ ഇറങ്ങുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഹോൾ ഉള്ളത്. ഈ ഒരു ഹോള് എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ പ്ലഗിൻ്റെ സൈഡിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകാതിരിക്കുകയും ഇതുമൂലം മിസ്സിങ്ങും സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാകാൻ കാരണമാകുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഒരു ഹോൾ ബ്ലോക്ക് ആയാൽ നിങ്ങൾക്ക് തുണ്ട് കമ്പിയോ മറ്റോ ഉപയോഗിച്ച് ഈ ഒരു ബ്ലോക്ക് പരിഹരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. It's caught in the crossfire. It's caught in the crossfire.